ഇനേർഷ്യ ഐ വൈ വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. സോ ഐ വൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? ഐ വൈ വൈയുടെ ഫോർമുല എന്താണ്? പ്ലസ് ഐ വൈ ഐ വൈ വൈ. യെസ്, ഐ വൈ വൈ ഈക്വൽ ടു ഐ വൈ വൈ 1. 3 സെക്ഷൻ ഉണ്ട് ഇവിടെ. ഐ വൈ വൈ 1 പ്ലസ് ഐ വൈ വൈ 2 പ്ലസ് ഐ വൈ വൈ 3. ഓക്കെ, അപ്പൊ എന്താണ് ഐ വൈ വൈ എന്ന് പറഞ്ഞാൽ ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഐ വൈ വൈ 1 ഐ ജി ജി 1 പ്ലസ് ഐ ജി ജി 1 പ്ലസ് എ 1 എച്ച് 1 സ്ക്വയർ പ്ലസ് ഐ ജി ജി 2 പ്ലസ് എ 2 എച്ച് 2 സ്ക്വയർ പ്ലസ് ഐ ജി ജി 3 പ്ലസ് എ 3. ഇപ്പൊ 3 സെക്ഷൻ ഉണ്ട്. എ 3 എച്ച് 3 സ്ക്വയർ. അപ്പൊ ഇതിൽ ഐ ജി ജി 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വൈ വൈ ആണ്. അപ്പൊ എന്താണ് ഐ ജി ജി 1 ഡി ബി ക്യൂ ബൈ 12 ഡി 1 ബി 1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഡി 1 ബി 1 ഇൻറ്റു എച്ചിന്റെ പകരം എച്ച് വണ്ണിന്റെ പകരം എന്താണ്? വൈ വൈ ആണ്. അപ്പൊ എക്സ് ബാർ മൈനസ് എക്സ് 1 പ്ലസ് രണ്ടാമത്തെ ഡി 2 ബി 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് 8. ഇത് ഐ വൈ വൈ 1 ആണ്. ഐ വൈ വൈ 2 ആകുമ്പോൾ ഡി 2 ബി 2 ക്യൂബ് ബൈ 12 പ്ലസ് ഡി 2 ഇൻറ്റു ബി 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് 3 എക്സ് 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് ഡി 3 ബി 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് എന്താണ്? സ്ക്വയർ മൈനസ് എക്സ് എക്സ് ബാർ മൈനസ് സ്ക്വയർ കൊടുത്തില്ലായിരുന്നു. സ്ക്വയർ. ഓക്കെ, സ്ക്വയർ എക്സ് ബാർ മൈനസ് എക്സ് 3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി വണ്ണിന്റെ വാല്യൂ എത്രയാണ്? 16 ആണ്. സോറി, ബി വണ്ണിന്റെ വാല്യൂ എത്രയാണ്? 16 ആണ്. ഡി വണ്ണിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അല്ല പിന്നെ വേറെ എന്താണ്? എക്സ് ബാർ നമുക്ക് നോക്കാം. സിമിലർലി ഡി 2, ഇവിടുത്തെ ഡി 2ന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അത് ഡി 2, സോറി, ഡി 2ന്റെ വാല്യൂ ബി 2 ഈസ് ഈക്വൽ ടു 4. ഡി 2 ഈസ് ഈക്വൽ ടു എത്ര വരും? ഈ 20 ആണ്. 20ന്ന് 8 കുറച്ച് എത്ര വരും? 12 വരും. അടുത്ത ബി 3യുടെ വാല്യൂ എത്രയാണ്? 16 ആണ്. ഡി 3യുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. സാർ ബി പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതല്ലേ, അപ്പൊ അത് 6.5 അല്ലേ വരുന്നത്? 6.5 അല്ല, അത് 4 ആണ് ആക്ച്വലി. അത് 6.5 നമ്മൾ എക്സ് ബാറിന്റെ വാല്യൂ എടുത്ത് എഴുതിക്കണമെന്നാണ് അവർ ഉള്ളത്. ഇതിൽ തന്ന വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. അടുത്തത് അപ്പൊ അത് കഴിഞ്ഞ് ഇനി എക്സ് ബാറിലോട്ട് നമുക്ക് വരാം. മനസ്സിലായില്ല. അല്ല, 6.36 നമ്മുടെ ആൻസർ അവർ മാറി ചെയ്തിരിക്കുന്നത്. അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. എക്സ് ബാർ ആണ് അവർ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മളിപ്പോ എഴുതുന്നത് നമ്മൾ കിട്ടുന്ന റെക്ടാങ്കുലർ സെക്ഷന്റെ ബിയും ഡിയും വാല്യൂ. അപ്പൊ ഇത് ബി 1, ഇത് ഡി 1, ഇത് ബി 2, ഇത് ഡി 2. ഓക്കെ, ഇത് ബി 3, ഇത് ബി 3 ആൻഡ് ഇത് ഡി 3. ആ വാല്യൂസ് ആണ് ഞാൻ ഇപ്പൊ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഈ ബി2ന്റെ വാല്യൂ ഇപ്പൊ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ബി 2 4. അത് അല്ല, അതില് ആ സെക്ഷനിൽ ഇപ്പൊ ടി സെക്ഷൻ വന്നാൽ ഐ സെക്ഷൻ വന്നാൽ ഈ തിക്നെസ്സിനെയാണ് നമ്മൾ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ തിക്നെസ് ഉണ്ടല്ലോ, ഈ തിക്നെസ് അത് 4 ആണല്ലോ രണ്ട് സൈഡും. അപ്പൊ 4 ആയിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇനി അടുത്തത് ഓക്കെ അല്ലേ? ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. അപ്പൊ A1 എന്താണ്? 16 ഇൻറ്റു 4 ആണ്. A2 എന്താണ്? 16 ഇൻറ്റു 4 ആണ്. A3 എന്താണ്? 16 ഇൻറ്റു 4 ആണ്. 12 ഇൻറ്റു 4 അല്ലേ? സോറി, A2 എത്രയാണ്? 12 ഇൻറ്റു 4. ഓക്കെ, ഇനി x1 നോക്കാം. എക്സ് ആക്സിന് പാരലായിട്ട് ഫസ്റ്റ് സെക്ഷനിലെ എക്സ് ആക്സിന് പാരലായിട്ടിന്റെ ഡിസ്റ്റൻസിന്റെ ഹാഫ്. അപ്പൊ എത്ര വരും? 16/2. x2 എടുക്കുകയാണെങ്കിൽ 4/2. x3 എടുക്കുകയാണെങ്കിൽ 16/2. അപ്പൊ ഇതെല്ലാ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? എക്സ് ബാർ കിട്ടും. അപ്പൊ 16/2 ആകുമ്പോൾ 8, 4/2 എത്രയാണ്? 2, 16/2 8. അപ്പൊ ഇനി മോളത്തെ ഇക്വേഷനിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് D1 B1 12 അറിയാം. അതിൽ D1 B1 അറിയാം. എക്സ് ബാറും എക്സും അറിയാം. സിമിലർലി D2 B2 അറിയാം, 12 അറിയാം. D2 B2 അറിയാം, എക്സ് ബാർ മൈനസ് എക്സ് അറിയാം. D3 B3 12 അറിയാം, എക്സ് ബാർ മൈനസ് എക്സ്. അപ്പൊ ഇതെല്ലാത്തിനും വാല്യൂസ് കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ചാനൽ സെക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ സാർ.